ഹായ്, നമ്മുടെ മൊബൈലുകളിലെ ഇന്റർനെറ്റ് വൈഫൈ കണക്റ്റഡ് എന്ന് കാണിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ നോ ഇന്റർനെറ്റ് അല്ലെങ്കിൽ നോ ഡാറ്റ എന്ന് കാണിക്കും. ഇത് ഏത് സാഹചര്യത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വീട്ടിൽ അല്ലെങ്കിൽ ഓഫീസിൽ കുറേ പേർക്ക് മൊബൈലിൽ ഇന്റർനെറ്റ് കിട്ടുന്നുണ്ട്, ചിലവർക്ക് നോ ഡാറ്റ കണക്ഷൻ അല്ലെങ്കിൽ നോ ഇന്റർനെറ്റ് എന്ന് കാണിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ മൊബൈലിന്റെ വൈഫൈയുടെ സെറ്റിംഗ്സിൽ ഇതുപോലെ ഒരു സെറ്റിംഗ്സ് ഓപ്ഷൻസ് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രോബ്ലം പരിഹരിക്കാൻ സാധിക്കും. അപ്പോൾ അതെങ്ങനെയാണ് വൈഫൈയുടെ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. വൈഫൈ കണക്റ്റ് ആണെങ്കിൽ കൂടെ ഇൻ്റർനെറ്റ് കിട്ടുന്നില്ലെങ്കിൽ നമ്മുടെ മൊബൈലിലെ വൈഫൈയുടെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. ആ സമയത്ത് നിങ്ങൾക്ക് ഇവിടെ MCV ഇൻ്റർനെറ്റ്, നോ ഇൻ്റർനെറ്റ് എന്ന് കാണുന്നുണ്ടായിരിക്കും, നോ ഡാറ്റ കണക്ഷൻ എന്ന് കാണാം. അത് ഒരുപക്ഷെ നമ്മുടെ മറ്റ് മൊബൈലുകളിലൊക്കെ കനോട്ട് പ്രൊവൈഡ് ഇൻ്റർനെറ്റ് എന്നോ അതല്ലെങ്കിൽ നോ ഇൻ്റർനെറ്റ് എന്നോ കാണിക്കുന്നുണ്ടായിരിക്കും. ഇവിടെ ഈ MCV ഇൻ്റർനെറ്റ് നേരെ കാണുന്ന ഐ ബട്ടൺ നിങ്ങൾക്ക് കാണും റൈറ്റ് സൈഡിൽ. ആ ഒരു ഐ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇതുപോലെ ആ ഒരു വൈഫൈയുടെ ഡീറ്റെയിൽസ് എല്ലാം കാണുന്നുണ്ടായിരിക്കും. ഇതിൽ ഒരുപക്ഷെ നിങ്ങളുടെ ഈ ഒരു പ്രൈവസി എന്ന ഓപ്ഷനാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ഏറ്റവും താഴെ നിന്ന് നിങ്ങൾക്ക് രണ്ടാമത് കാണുന്നത്, ഏറ്റവും അടിയിൽ നിന്ന് രണ്ടാമത് കാണുന്ന പ്രൈവസി എന്ന ഓപ്ഷനിലാണ് നമ്മുടെ ഒരു സെറ്റിങ്സ് ഉള്ളത്. ഈ പ്രൈവസി എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യൂസ് ഡിവൈസ് മാക് അഡ്രസ്സ് എന്നും യൂസ് റാൻഡം മാക് അഡ്രസ്സ് എന്നും കാണാം. അവിടെ ഏതാണോ ഇപ്പോൾ നിങ്ങളിൽ കിടക്കുന്നത്, യൂസ് ഡിവൈസ് മാക്ക് ആണ് എന്നുണ്ടെങ്കിൽ അത് റാൻഡം മാക് അഡ്രസ്സ് ആക്കി നോക്കുക. അതല്ലെങ്കിൽ യൂസ് റാൻഡം മാക് അഡ്രസ്സ് ആണെങ്കിൽ അത് ഡിവൈസ് മാക്ക് എന്ന് കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു പക്ഷേ ഇതുപോലെ സ്വിച്ച് എനിവേ എന്ന് കാണിക്കും, അത് ഓക്കെ കൊടുക്കുക. അപ്പോൾ വീണ്ടും നമ്മുടെ വൈഫൈ ഒന്ന് ഡിസ്കണക്റ്റ് ആയിട്ടുണ്ടാവും. എന്നിട്ട് വീണ്ടും ഒന്ന് നമ്മൾ കണക്റ്റ് കൊടുക്കുക. കണക്റ്റ് കൊടുക്കുമ്പോൾ നമുക്ക് ഇതേപോലെ കണക്റ്റഡ് എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ടായിരിക്കും. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ മൊബൈലിൽ മാത്രം കിട്ടാത്ത സാഹചര്യങ്ങൾ ഇതുപോലെ ഒന്ന് സെറ്റിങ്സ് മാറ്റിയ ശേഷം ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ. അപ്പോൾ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു, ആർക്കും ഇന്റർനെറ്റ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് പരിഹരിച്ചിട്ട് കാര്യമില്ല. അതൊരു പക്ഷേ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കാം, മൊത്തത്തിൽ ഇന്റർനെറ്റ് കിട്ടാത്ത എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കാം. ചിലവർക്ക് കിട്ടുന്നുണ്ട്, ചിലർക്ക് കിട്ടുന്നില്ല. ആ ഒരു കേസിൽ വൈഫൈ കണക്ട് ആയതുകൊണ്ട് അങ്ങനെ ഇന്റർനെറ്റ് കിട്ടുന്നില്ല എന്നൊരു കേസിൽ മാത്രമേ ഈ ഒരു ഓപ്ഷൻ പരീക്ഷിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കി നോക്കുക ഇങ്ങനത്തെ ഒരു ഇഷ്യൂ വരുന്ന സാഹചര്യത്തിൽ. എന്നാൽ ഈ ഒരു ഓപ്ഷൻ മാറ്റുന്ന സമയത്ത് അവിടെ എന്താണ് ടെക്നിക്കലി ആ ഒരു ചേഞ്ച് വരുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട് എനിക്ക് ടെക്നിക്കലി അറിയില്ല. അത് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ.